Hello everyone. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ Bly's തിയറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So far we have seen what is a diversion headworks, അതിന്റെ components കണ്ടു, then wear and barrage, then last വീഡിയോയിൽ നമ്മൾ causes of failures of wears on permeable soil and main 4 type, അതായത് പൈപ്പിംഗ് ഫെയിലിയർ കണ്ടു, uplift pressure failure കണ്ടു, suction pressure failure കണ്ടു, then scouring failure കണ്ടു. ഇനി ഈ ഫെയിലിയർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ഫെയിലിയർ കഴിയുമ്പോഴും ഡീപ്പായിട്ടുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസ് ഡെവലപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. ലൈക്ക് ബ്ലൈസ് തിയറി, ലെയ്ൻസ് തിയറി, കോസ്ലാസ് തിയറി. അപ്പം നമ്മുടെ സിലബസിൽ നമുക്ക് ബ്ലൈസ് തിയറിയും കോസ്ലാസ് തിയറിയുമാണ് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വാട്ട് ഈസ് ബ്ലൈസ് തിയറി എന്നാണ് നോക്കാൻ പോകുന്നത്. ദിസ് വാസ് ഡെവലപ്ഡ് ഇൻ 1910. So for the developing this theory, Bly's has followed some assumptions. ആ assumptions ഏതൊക്കെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. So for the first assumption is the hydraulic gradient. Hydraulic gradient is considered as constant throughout the length of the apron. ഒരിക്കലും വേരി ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ കൊടുക്കാതെ അതിന്റെ നേച്ചർ കോൺസ്റ്റന്റ് ആണെന്നുള്ള അസംഷൻ ആണ് ഫസ്റ്റ് അസംഷൻ. രണ്ടാമത്തത് the water percolating will creep along the contact surface of the base profile. Suppose ഇതാണ് നമ്മുടെ വെയർ സ്ട്രക്ചർ എന്ന് വെച്ചോ. വെയർ സ്ട്രക്ചറിന് അപ്സ്ട്രീം സൈഡിലും ഒരു ഫ്ലോർ ഉണ്ട്, ഡൗൺ സ്ട്രീം സൈഡിലും ഒരു ഫ്ലോർ ഉണ്ട് എന്ന് വെച്ചോ. അപ്പൊ ഇവിടെയുള്ള ഈ വാട്ടർ ക്രീപ്പ് ചെയ്യുക ജസ്റ്റ് ബിലോ ദി സ്ട്രക്ചർ, ഈ സ്ട്രക്ചറിന് തൊട്ട് താഴെ ആയിട്ട് തന്നെ ക്രീപ്പ് ചെയ്യുന്നുള്ളതാണ് ഫസ്റ്റ് അസംഷൻ. Okay, so that is the assumption over here. The water will creep along the surface of the base profile. അങ്ങനെ ഫ്ലോ ചെയ്യുന്ന ഈ വാട്ടറിന്റെ ലെങ്ത്തിന് അദ്ദേഹം ഒരു പേര്, ടെക്നിക്കൽ ടേം കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ദി ക്രീപ്പ് ലെങ്ത്. ലെങ്ത് ഓഫ് ദ പാത്ത് traversed by the percolating water is known as length of creep or creep length, denoted by capital L. Okay, the total distance traveled by this creeped water will be known as creep length. Okay, now as the water creeps from the upstream end to the downstream end, upstream end and the downstream end there will be a head loss, and here this head loss is directly proportional to the distance traveled, or this head loss is proportional to the creep length. Okay, and again Bly's has made no distinction between horizontal flow and vertical flow. നമുക്ക് അതിൻ്റെ അകത്തെ ഹൈഡ്രോളിക് സ്ട്രക്ചറിൻ്റെ അടിവശത്തേക്കൂടെ പോകുന്ന ഫ്ലോ വെദർ ഇറ്റ് ഈസ് ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ, ഇത് തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല എന്നാണ് ബ്ലൈസ് പറഞ്ഞിരിക്കുന്നത്. ഇനി അഞ്ചാമതായിട്ട് ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. സപ്പോസ് ടു ഇൻക്രീസ് ദിസ് ക്രീപ്പ് ലെങ്ത് അല്ലെങ്കിൽ ടു പ്രിവെന്റ് ദിസ് ഫ്ലോ നമുക്ക് വേണമെങ്കിൽ ഷീറ്റ് പൈൽസ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം അല്ലെ. ഈവൺ ഇഫ് വി ഇൻസേർട്ട് ദിസ് ഷീറ്റ് പൈൽസ് ഇറ്റ് വിൽ നോട്ട് സ്റ്റോപ്പ് വാട്ടർ പെർക്കുലേഷൻ. Okay, അതായത് according to Bly's, even if we install sheet piles, it will not stop water percolation unless and until this sheet pile extends to a hard impervious layer. അതായത് നമ്മൾ ഈ ഷീറ്റ് പൈൽസ് കൊടുക്കുമ്പോൾ കൺസ്ട്രക്ട് ചെയ്യുമ്പം അതിൻ്റെ നമ്മുടെ ഭൂമിക്കടിയിൽ ഹാർഡ് സ്ട്രക്ചറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും അത് വാട്ടർ പെർക്കുലേഷൻ അല്ലെങ്കിൽ വാട്ടർ ഫ്ലോ പാത്തിനെ ഒബ്സ്ട്രക്ട് ചെയ്യില്ല, ബ്ലോക്ക് ചെയ്യില്ല. സോ ദാറ്റ് വാസ് ദി ലാസ്റ്റ് അസംഷൻ. Okay, unless and until the sheet piles extend to the hard rocky impervious layer, the water percolation could not be stopped. അപ്പം ബ്ലൈസ് തിയറിയുടെ 5 അസംഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ, ക്രീപ്പ് ലെങ്ത് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ബ്ലൈസ് തിയറി എന്താണെന്ന് നോക്കാം. So according to Bly's theory, what is creep length? It is the sum of horizontal as well as vertical length of the creep. According to Bly's theory, creep length is the sum of horizontal as well as vertical length of the creep. Suppose ഞാൻ ഇവിടെ രണ്ട് കേസ് കാണിക്കാൻ പോവാണ്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ a weir without vertical cut off. Sheet piles ഒന്നും കൊടുക്കാത്തൊരു weir ആണ്. So this is the upstream side and this one is the downstream side. Okay, upstream side and downstream side. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിൽ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈഡ്രോളിക് സ്ട്രക്ചർ, അതായത് ഇവിടം വരെ നമുക്ക് ഫ്ലോർ ഉണ്ട്, ഇവിടം വരെ അപ്സ്ട്രീം സൈഡിൽ ഈ ഒരു പൊസിഷൻ വരെ നമുക്ക് ഫ്ലോർ ഉണ്ട്, ഡൗൺസ്ട്രീം സൈഡിൽ ഈ ഒരു പൊസിഷൻ വരെ ഫ്ലോർ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് വാട്ടർ പെർക്കുലേറ്റ് ചെയ്ത് സീപ്പേജ് ഫ്ലോ ഈ ഡൗൺസ്ട്രീം സൈഡിൽ ഇവിടുന്ന് പുറത്തേക്ക് വരും.
Okay, so this is the length of the travel of water. So as per Bly's theory, creep length L will be equal to the distance traveled by this flow, that is smaller. So in this case, the creep length will be L equal to L. Now if I take the second case, a valve with vertical cutoff at the upstream and downstream side. From vertical sheet piles നമ്മൾ കൊടുത്തിട്ടുണ്ട് for length D1 and here of length D2. ഇങ്ങനെ ഒരു കേസ് ആണെങ്കിൽ എങ്ങനെയാ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ creep length L will be equal to all distance traveled by the flow, whether it is vertical or horizontal. രണ്ടും കൂടി sum up ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ travel ചെയ്ത്, so if you calculate the creep length, this will be equal to 2d1 plus ഇതിൽ നിന്ന് flow ഇതുവഴി പോകും, so I can take this length also L plus then ഇവിടെ vertical flow downward ഉണ്ട് upward ഉണ്ട്, so that one also 2d2. So this is the creep length in this case. Okay, അപ്പോൾ നമുക്ക് രണ്ട് കേസിലും നമ്മുടെ creep length എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടു. In the first case, creep length will be equal to length, that is without the vertical cutoff, and the second case this will be equal to 2d1 plus L plus 2d2. So if H is the head loss, then the loss of head per unit length of the creep C would be loss of head per unit length of the creep. അത് represent ചെയ്യുന്നത് എങ്ങനെയാണ്? C would be equal to, C is equal to, ആദ്യത്തെ കേസിലാണ് this will be equal to H by L. രണ്ടാമത്തെ കേസിലാണെങ്കിൽ this will be equal to H by 2d1 plus L plus 2d2. Or generally I can say this as this is equal to H by creep length. Total loss of head per unit length of creep C is equal to H by L. That is head loss by creep length. ഈ head loss by creep length നെ represent ചെയ്യുന്ന notation C ആണ്, അല്ലെങ്കിൽ C is known as percolation coefficient. Percolation coefficient. Suppose if I take H by 2d1 only, okay, if I take H by L into 2d1, this represents the head loss at the first sheet pile. And if I take H by L into 2d2, this is the head loss at second sheet pile. Okay, this is at the first sheet pile and this is at the second sheet pile. ഇനി നമ്മൾ percolation coefficient കണ്ടു. എന്താ percolation coefficient? That is the head loss per unit creep length. ഇനി ഇതിന്റെ reciprocal എടുക്കുകയാണെന്ന് വെച്ചോ, reciprocal of percolation coefficient, that means 1 by C. This reciprocal of percolation coefficient is known as coefficient of creep, represented by creep capital letter C. Coefficient of creep is reciprocal of percolation coefficient. So capital C will be equal to 1 by C, or this will be equal to L by H. Coefficient of creep C equal to L by H. അപ്പം ബ്ലൈസ് തിയറി പ്രകാരം ഓരോ ടൈപ്പ് ഓഫ് സോയിലിലും എത്രയാണ് കോഫിഷ്യന്റ് ഓഫ് ക്രീപ്പ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഇഫ് ഇറ്റ് ഈസ് എ സാൻഡ് മിക്സ്ഡ് ബോൾഡേഴ്സ് ഓർ ഗ്രേവൽസ് ആൻഡ് ഷിംഗിൾസ്, ദ ക്രീപ്പ് വാല്യൂ റേഞ്ചസ് ഫ്രം 5 to 9. And if it is in South and Central Indian rivers, it will be around 12. North Indian rivers, it will be 15. And for rivers with light sand and mud nature like Nile River, this will be around 18. ഇത്രയും കാര്യങ്ങളാണ് Bly's theory il പറഞ്ഞിട്ടുള്ളത്. And based on these details, Bly's has proposed his design criteria. He has proposed two criteria for the design. രണ്ട് criteria ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ക്രൈറ്റീരിയയും കാണുമ്പോൾ നമുക്കറിയാം ഈ ഡിസൈൻ ക്രൈറ്റീരിയ ഏതിനു വേണ്ടിയിട്ടുള്ളതാണ്? സബ് സർഫസ് ഫ്ലോയ്ക്ക് വേണ്ടിയിട്ടാണ്. സർഫസ് ഫ്ലോ അല്ല, സബ് സർഫസ് ഫ്ലോയിലേക്കുള്ള രണ്ട് ക്രൈറ്റീരിയ ആണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. വൺ ഈസ് അഗെയിൻസ്റ്റ് പൈപ്പിംഗ് ഒക്കർ ചെയ്യാതിരിക്കാനുള്ള ഡിസൈൻ എന്താണ്? രണ്ടാമത്തത് എന്താണ്? അപ്ലിഫ്റ്റ് പ്രഷർ ഒക്കർ ചെയ്യാതിരിക്കാൻ വാട്ട് ഈസ് ദ സേഫ് ഡിസൈൻ. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നോക്കൂ, നമുക്കിവിടെ സി വാല്യൂ ഓൾറെഡി ബ്ലൈസ് തിയറിയിൽ പ്രപ്പോസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ സി വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് സേഫ്റ്റി അഗെയിൻസ്റ്റ് പൈപ്പിംഗിന്റെ ഡിസൈൻ ക്രൈറ്റീരിയ പറഞ്ഞിരിക്കുന്നത്. സോ ആസ് പെർ സേഫ്റ്റി അഗെയിൻസ്റ്റ് പൈപ്പിംഗ്, the length of creep should be sufficient to provide a safe hydraulic gradient according to the type of soil. അതായത് according to the type of soil, length of creep. What is length of creep?
length of creep is L. This should be sufficient to provide a safe hydraulic gradient. So by the type of soil we know what is C, coefficient of creep. അല്ലെ ഓരോ ടൈപ്പിനും നമുക്കറിയാം. And by Bly's theory we know that C equal to L by H ആണെന്ന് അറിയാം. അപ്പോൾ L by H ആണെന്ന് അറിയാം. നമുക്ക് സേഫ് ആയിട്ടുള്ള ലെങ്ത് ആണ് അറിയേണ്ടത്. ലെങ്ത് ഓഫ് ക്രീം, മിനിമം ക്രീം ലെങ്ത് എത്രയാണ് വേണ്ടതെന്ന് അറിയണം. So L can be taken at L is equal to C H. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. So the length of the creep should be sufficient to provide a safe hydraulic gradient, which H is the head loss. Okay, so L is equal to CH. ഈ criteria fulfill ചെയ്തിട്ട് വേണം നമ്മൾ ഒരു wire design ചെയ്യാൻ to avoid piping. Now the second one is safety against uplift pressure. For that purpose, let H dash be the uplift pressure head. Suppose നമ്മൾ നേരത്തെ ഒരു wire പറഞ്ഞു, വയറിന്റെ സ്ട്രക്ചറിൽ നമുക്ക് upstream സൈഡിലും ഫ്ലോർ തിക്നെസ് ഉണ്ട്, ഡൗൺസ്ട്രീം സൈഡിലും ഫ്ലോർ തിക്നെസ് ഉണ്ട് പറഞ്ഞു അല്ലേ. Now let me expand this portion. ഈ ഒരു പോർഷൻ മാത്രം ഞാൻ എക്സ്പാൻഡ് ചെയ്ത് കാണിക്കാൻ പോവാണ്. So let this be the floor of thickness T. Okay, അപ്പം നമുക്ക് ഇവിടെ water percolation നടന്ന് this will emerge out at this point, right? ഈ ഒരു പോയിന്റിലേക്കാണ് പുറത്തേക്ക് വരിക. അപ്പം നമുക്ക് ഇവിടെ ഈ എക്സിറ്റ് പോയിന്റിലുള്ള വാട്ടർ പ്രഷർ അറിയണം. വാട്ട് വി ക്യാൻ ഡു, ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വി ക്യാൻ ഇൻസേർട്ട് എ പീസോമീറ്റർ. ഒരു ചെറിയൊരു പീസോമീറ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ എത്രയാണോ പ്രഷർ ഉള്ളത് അത്രയും വാട്ടർ എന്ത് ചെയ്യും, ഈ പീസോമീറ്ററിലേക്ക് കാണിക്കും. റൈറ്റ്, പീസോമീറ്ററിന്റെ ഉള്ളിൽ കാണിക്കും. അപ്പോൾ ആ ഹെഡ്, ലെറ്റ് ദാറ്റ് ഹെഡ് ബി H dash. So let H dash be the uplift pressure head. Okay, അങ്ങനെയാണെങ്കിൽ H dash നമുക്ക് uplift pressure head ആയി. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഹെഡും കൂടി പറയാം. Let this head above the floor thickness be H. അല്ലെങ്കിൽ നമുക്ക് T plus H എന്തായിട്ട് പറയാം, H dash എന്ന് പറയാം. So here let H dash be the uplift pressure head. ഇത്ര മാത്രം പ്രഷറിൽ ഇവിടുന്ന് uplift pressure ഉണ്ട് H dash headൽ. So what will be the total uplift pressure? Total uplift pressure will be equal to, നമുക്ക് പ്രഷർ കണ്ടുപിടിക്കാൻ ഇന്റൻസിറ്റി ഓഫ് പ്രഷർ P equal to rho g h എന്നുള്ള ഇക്വേഷൻ അറിയാം അല്ലേ. അതേപോലെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ rho g h dash വരും. rho g ക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം, സ്പെസിഫിക് വെയിറ്റ് കൊടുക്കാം. സോ സ്പെസിഫിക് വെയിറ്റ് ഒമേഗ ഇൻറ്റു h dash. So this is the total pressure acting to the floor from beneath the floor, right? അപ്പോൾ ഈ ഡയറക്ഷനിൽ നമുക്ക് ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്നത് എത്രയാണ്, ഒമേഗ എച്ച് ഡാഷ്. അപ്പോൾ ഈ ഒരു അപ്ലിഫ്റ്റ് പ്രഷർ കാരണം ഈ ഒരു സ്ട്രക്ചർ ഫെയിൽ ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഈക്വൽ ആയിട്ടുള്ള ഒരു വെയിറ്റ് ഈക്വൽ ടു ഒമേഗ എച്ച് ഡാഷ് അത്രയും വെയിറ്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഇത് ഫെയിൽ ആവില്ല. സോ ഫോർ ദാറ്റ് പർപ്പസ് ലെറ്റ് ടി ബി ദി തിക്നെസ് ഓഫ് ദി ഫ്ലോർ, okay, and rho be the specific gravity of the floor material. Therefore the downward force, ഈ downward force നെ നമുക്ക് resisting force എന്ന് പറയാം, കാരണം ഇതിനെ resist ചെയ്യാനുള്ള downward force ആണ്. The downward force per unit area will be taken as T into omega into rho. ഇത് എങ്ങനെ കിട്ടി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. So ഈ ഒരു ഫ്ലോർ തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. The floor thickness is T. The other two direction is taken as, the total cross sectional area is taken as 1 meter square. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വരുവാണെങ്കിൽ the flow force per unit area എടുക്കുകയാണെങ്കിൽ what is force? Force is mg ആയിട്ട് എടുക്കാലോ. mg, m നെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എടുക്കാം. ആ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സോ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു g. ആൻഡ് ഡെൻസിറ്റി ഇൻറ്റു g, റോ ജി എന്താണ്, റോ ജി എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞു, ദിസ് ഈസ് ഈക്വൽ ടു ഒമേഗ, ഡെൻസിറ്റി ഇൻറ്റു g ഈസ് ഈക്വൽ ടു ഒമേഗ. അപ്പോൾ അതെന്ത് ചെയ്യുക, ഒമേഗ ഓഫ് ദി മെറ്റീരിയൽ, ഓക്കെ, സ്പെസിഫിക് വെയിറ്റ് ഓഫ് ദി മെറ്റീരിയൽ ഇൻറ്റു വോളിയം ബൈ ഏരിയക്ക് നമുക്ക് ഏരിയ ഈസ് 1 meter square and volume is T, right? T into 1 into 1. So omega m into T. This will be the force per unit area. Now what is specific weight of material? നമുക്ക് specific weight of material കണ്ടുപിടിക്കണമെങ്കിൽ we have here specific gravity of the floor material, specific gravity of the floor material. So we can directly write this is as specific gravity of floor material into specific weight of water into T. So this is the equation. ഇങ്ങനെയാണ് ഈ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് സ്പെസിഫിക് വെയിറ്റ് ഓഫ് മെറ്റീരിയൽ ഈക്വൽ ടു റോ ഇൻറ്റു ഡബ്ല്യു എന്ന് കിട്ടിയിരിക്കുന്നതെങ്കിൽ നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് അറിയാം സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എനി മെറ്റീരിയൽ
specific gravity of floor material rho m will be equal to weight density of floor material divided by weight density of water. അതാണ് ഈ ഇക്വേഷൻ ആണ് weight density അല്ലെങ്കിൽ specific weight of material is equal to density of floor material into ഒമേഗ എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത് മനസ്സിലായി. ഇനി നമുക്ക് അപ്വേർഡ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഇതാണ്, ഇതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഡൗൺവേർഡ് ഡയറക്ഷനിൽ യൂസ് ചെയ്യുന്നത് ഇതാണ്. നൗ ലെറ്റ് us equate it, കാരണം ഇത് രണ്ടും എപ്പോഴും ബാലൻസ് ചെയ്തിരിക്കണം. സോ equating these two, ഒമേഗ h dash, this is equal to T into omega into rho. Omega and omega get cancelled, so here the equation becomes h dash is equal to T into rho. ഇനി ഈ ഫിഗറിന് നമുക്കറിയാം h dash എന്താണ്, T plus h ആണെന്ന് അറിയാം അല്ലെ. Substituting that one, T plus h is equal to T into rho, or h is equal to T into rho minus T, or this is equal to T into rho minus 1, or T is equal to h by rho minus 1. T is equal to h by rho minus 1. So the final equation, the minimum thickness required to prevent uplift pressure, T should be equal to h by rho minus 1. നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ഫസ്റ്റ് കണ്ടീഷൻ അഗെയിൻസ്റ്റ് പൈപ്പിംഗ് L is equal to CH ആണ്. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? T is equal to h by rho minus 1, where h is the ordinate of hydraulic gradient line above the top of the floor, and rho minus 1 is the submerged specific gravity of the floor material, where rho can be taken as 2.4 for concrete material. Okay, now ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്ത ഇക്വേഷൻ ആണെങ്കിലും for practical case we have to provide an additional factor of safety. Let that factor of safety be 4/3. So the final equation for thickness of the floor T will be equal to 4/3 into h by rho minus 1. So this is the final equation for thickness of the floor of the base structure. അപ്പോൾ ബ്ലൈസ് തിയറി എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ തിയറി ആയിട്ട് ഓക്കെ, വൺ മോർ തിങ് ലെഫ്റ്റ് ഔട്ട് ഈസ് ലിമിറ്റേഷൻസ് ഓഫ് ബ്ലൈസ് തിയറി. അതും കൂടി ഒന്ന് ഈ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പം ബ്ലൈസ് തിയറി എന്താണെന്ന് കണ്ടു. അഗെയിൻസ്റ്റ് പൈപ്പിങ്ങും അഗെയിൻസ്റ്റ് അപ്ലിഫ്റ്റ് പ്രഷറും രണ്ട് ഡിസൈൻ ക്രൈറ്റീരിയാസ് ആണ് തന്നിരിക്കുന്നത്. പക്ഷേ ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോഴും ബ്ലിസ് ഹാസ് കൺസിഡേർഡ് ബോത്ത് ഹൊറിസോണ്ടൽ ക്രീപ്പ് ആൻഡ് വെർട്ടിക്കൽ ക്രീപ്പ് ആസ് സെയിം. ഒരിക്കലും അത് സെപ്പറേറ്റ് ആയിട്ട് കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ നമുക്ക് കമ്മിങ് തിയറീസിൽ മനസ്സിലാവും ദീസ് ഹാസ് ടു ബി കൺസിഡേർഡ് സെപ്പറേറ്റ്ലി. അപ്പോൾ ഹിയർ ബ്ലൈസ് ഹാസ് നോട്ട് മെയ്ഡ് എനി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ creep. Okay, and also this Bly's method, this will hold good as long as the distance between the pile lines, രണ്ട് ഷീറ്റ് പൈൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഷീറ്റ് പൈൽസിന്റെ ഡെപ്തിനെ കാട്ടി ഡബിൾ ആണെങ്കിൽ മാത്രമേ ഇത് വാലിഡ് ആവുള്ളൂ. ദിസ് മെത്തേഡ് വിൽ ബി ഗുഡ്. അല്ലാത്ത കേസിൽ ഇത് വെച്ച് ഡിസൈൻ ചെയ്ത സംടൈംസ് ദ ഫെയിലിയർ മേ ഹാപ്പൻസ്. ദെൻ ഹിയർ ഇൻ ദിസ് ബ്ലൈസ് മെത്തേഡ് എക്സിറ്റ് ഗ്രേഡിയന്റ് പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. എന്താണ് എക്സിറ്റ് ഗ്രേഡിയന്റ് എന്നുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അത് വെച്ചിട്ട് ഒരു കാൽക്കുലേഷൻസും ചെയ്തിട്ടില്ല. കമ്മിങ് തിയറീസിൽ നമുക്ക് അതും കാണാൻ പറ്റും. മോർ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു ദി എക്സിറ്റ് ഗ്രേഡിയന്റ്. ദെൻ ഫോർത്ത് വൺ, ഒരു ഷീറ്റ് പൈലിന്റെ ഇന്നർ ഫേസ് ആൻഡ് ഔട്ടർ ഫേസ്. ഓക്കെ, inner face and outer face, ഇത് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? how the water behaves through these both surface, അതൊന്നും ബ്ലൈസ് തിയറിയിൽ മെൻഷൻ ചെയ്തിട്ടില്ല. it is considered as same as a horizontal flow. okay, ഇനി intermediate piles കൊടുത്തു കഴിഞ്ഞാൽ how the flow patterns will occur, അതൊന്നും ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല. then fifth one is ഇവിടെ എന്തായിരിക്കും എന്ന് പറഞ്ഞത് ഹെഡ് ലോസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ക്രീപ്പ് ലെങ്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. ഹെഡ് ലോസ് ഈസ് നോട്ട് ആസ് ഇൻ ദ സെയിം പ്രൊപ്പോർഷണൽ ടു ദ ക്രീപ്പ് ലെങ്ത്. ഒരിക്കലും അങ്ങനെയല്ല. പക്ഷെ ബ്ലൈസ് തിയറിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ദിസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. പക്ഷെ ദിസ് ഡസ് നോട്ട് ഹാപ്പൻസ്. ദർ ആർ ചേഞ്ചസ്. നമുക്കത് നെക്സ്റ്റ് വീക്ക് തിയറീസിൽ കാണാൻ പറ്റും. ദെൻ ഡൗൺ സ്ട്രീം ഷീറ്റ് പൈൽ നിർബന്ധമായിട്ട് കൊടുക്കണമെന്ന് ഒരിക്കലും ബ്ലൈസ് തിയറിയിൽ പറയുന്നില്ല. ബട്ട് ഇൻ കമ്മിങ് ലേറ്റർ തിയറീസ് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എക്സിറ്റ് ഗ്രേഡിയന്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡൗൺ സ്ട്രീം ഷീറ്റ് പൈൽസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ദർ ഷുഡ് ബി എ ഷീറ്റ് പൈൽ അറ്റ് ദി ഡൗൺ സ്ട്രീം എക്സിറ്റ് പോയിന്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് ബ്ലൈസ് തിയറിന്റെ ലിമിറ്റേഷൻസ്. അപ്പൊ ഈ ലിമിറ്റേഷൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഈ ലിമിറ്റേഷൻസ് ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും അടുത്ത തിയറീസ്
ഉണ്ടാവുക. അപ്പോൾ ഈ ലിമിറ്റേഷൻസ് ഒക്കെ നമുക്ക് അവിടെ അഡ്വാൻറ്റേജസ് എന്നുള്ള രീതിയിലേക്ക് മാറുന്ന രീതിയിൽ നമുക്ക് ആ തിയറീസിലായി കാണാൻ പറ്റുന്നതാണ്. We will be explaining more about how exit gradient is, what is the importance of downstream sheet pile. Okay, so next video കാണാം.